മാടായിപ്പാറയിൽ കാക്കപ്പൂവും തുമ്പപ്പൂവും വിരിഞ്ഞു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ ഇനി വസന്തോത്സവം. നിരവധി കാഴ്ചക്കാരാണ് മാടായിപ്പാറയിലേക്ക് ഒഴുകിയെത്തുന്നത്. മാടായിപ്പാറയിലെ കാക്കപ്പൂ വസന്തം കാണാൻ നിരവധി പേരാണ് നിത്യവും എത്തുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംഗമ ഭൂമിയാണ് മാടായിപ്പാറ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാടായിപ്പാറയുടെ നിറങ്ങൾ മാറും. മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞതോടെ പാറയ്ക്ക് നീല നിറമാണ്. തുമ്പപ്പൂവ്, എള്ളിൻപൂവ്, വിവിധതരം കോളാമ്പിപ്പൂക്കൾ, കൃഷ്ണപ്പൂ, ഇങ്ങനെ പോകുന്നു മാടായിപ്പാറയിലെ പൂവസന്തം. ചരിത്ര സ്മാരകങ്ങളുടെ സംഗമ ഭൂമി കൂടിയാണ് മാടായിപ്പാറ. ഋതുഭേദങ്ങളുടെ മാറ്റങ്ങളിലൂടെ വിസ്മയം തീർക്കുന്ന മാടായിപ്പാറയാകെ ഹരിതവർണ്ണമണിഞ്ഞിരിക്കുകയാണ്. കടുത്ത വേനലിൽ സൂര്യതാപമേറ്റ് കരിഞ്ഞുണങ്ങിയ പുൽമേടുകൾ മഴ വന്നതോടെ ഹരിതാപമായി. ഏത് കാലാവസ്ഥയിലും വ്യത്യസ്തങ്ങളായ കാഴ്ചയാണ് മാടായിപ്പാറക്കുള്ളത്. കർക്കിടകത്തിൽ കാക്കപ്പൂക്കളാലുള്ള നീലം പർവ്വതാനി വിരിച്ചും വർഷാരംഭത്തിൽ സ്വർണ്ണവർണ്ണമണിഞ്ഞും കണ്ണിന് കുളിരേക്കുന്ന മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് മനോഹരമായ മാടായിപ്പാറ, കാക്കപ്പൂക്കളും പുൽമൈതാനികളും നിറഞ്ഞ മാടായിപ്പാറ ഇപ്പം നീല കാക്കപ്പൂക്കളാൽ പരവതാനി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം അതിനു മുമ്പേ മഴക്ക് മുമ്പേ ആണെങ്കിൽ പച്ചപ്പുകൾ വന്നിട്ട് പച്ച നിറത്തിലുള്ള മാടായിപ്പാറ. ഇനി വരുന്നത് കാക്കപ്പൂവാൽ നിറഞ്ഞ നീല നിറത്തിലുള്ള മാടായിപ്പാറ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പുല്ലുകൾ വളർന്നിട്ട് സ്വർണ്ണ കളറോടുകൂടി മാടായിപ്പാറയായി മാറും. അതും കഴിഞ്ഞാൽ പുല്ലുകളെല്ലാം ഉണങ്ങി കറുത്ത പാറകൾ മാത്രമേ കറുപ്പ് നിറത്തിൽ മാടായിപ്പാറ. അങ്ങനെ 4 കാലഘട്ടത്തിലൂടെയാണ് മാടായിപ്പാറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാടായിപ്പാറയുടെ സൗന്ദര്യം. മാടായിപ്പാറയിൽ ഇപ്പോൾ പൂക്കളിൻ്റെ വസന്തമാണ്. ഇപ്പം നിലവിൽ പിന്നെ കാക്കപ്പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല നീല പരവതാനി വിരിച്ച പോലെയാണ് മാടായിപ്പാറ ഇനി കാണാൻ കഴിയുക നമുക്ക്. ഉത്തര കേരളത്തിലെ ഉൾനാടൻ കുന്നുകളിലെ ഏറെ പ്രശസ്തമായ മാടായിപ്പാറ നിരവധി ചരിത്ര മുഹൂർത്തങ്ങളുടെ സാക്ഷി കൂടിയാണ്. ഇരപിടിയൻ സസ്യങ്ങൾ ഇതെല്ലാം പഠന വിധേയമാണ്. എന്ന് വെച്ചാൽ പല ആളുകളും അത് പഠന വിധേയമാക്കിയിട്ട് PhD വരെ നേടിയ വിദേശികളുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലല്ല, വിദേശികളടക്കം മാടായിപ്പാറയെ ഒരു പഠന കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. 600 ഏക്കറോളം പരന്നു കിടക്കുന്ന മാടായിപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും 120 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപൂർവങ്ങളായ പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഔഷധ സസ്യങ്ങൾ, പുൽച്ചെടികൾ, ചെറുതവളകൾ, ആമ്പലുകൾ, ഏത് വേനലിലും വറ്റാത്ത വടുകുന്ത തടാകം, ചതുരക്കിണർ, മാടായിക്കോട്ട, ജൂതക്കുളം തുടങ്ങി കാഴ്ചകളുടെ വലിയൊരു തുരുത്തുകൂടിയാണ് മാടായിപ്പാറയും സമീപവും. ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശമാണ് മാടായിപ്പാറ. പ്രകൃതിയുടെ അങ്ങേയറ്റം സൗന്ദര്യം ആസ്വദിക്കാനും ശുദ്ധവായു ശ്വസിക്കാനും പറ്റാവുന്ന തരത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വൈകുന്നേരം വരാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി.